Welcome students. Some basic concepts of chemistry last class everkum swagatham. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? Limiting reactant എന്താണെന്ന് പഠിച്ചു. A reactant or reagent that is fully consumed in a reaction. That is called a limiting reactant. Okay, ഇന്ന് നമ്മൾ പഠിക്കുന്നത് reactions in solutions. Most of chemical reactions take place in solutions. നമ്മൾ ലാബിൽ ചെയ്യുന്ന അധികം റിയാക്ഷൻസും സൊല്യൂഷനിലാണ് ചെയ്യുക. So now we are going to study about methods of expressing concentration of a solution. ഒരു സൊല്യൂഷൻ്റെ ഗാഢത എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുക. മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. എന്താണ് കോൺസെൻട്രേഷൻ? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് in a given quantity of solution. ഒരു given quantity of solutionൽ എത്ര സൊല്യൂട്ട് ഉണ്ട്, അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയാം. സൊല്യൂട്ടോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലുള്ള ഓരോ കമ്പോണൻസും എത്ര വീതമുണ്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്ന് പറയാം. വാട്ട് ഈസ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്? ദി കമ്പോണൻസ് that is present in excess quantity is called a solvent and the other component is called a solute. ഒരു സൊല്യൂഷനിൽ കൂടുതലായി വരുന്ന എക്സസ് ആയി വരുന്ന കമ്പോണൻറ്റിന് സോൾവെൻ്റ് എന്നും ലെസ് ക്വാണ്ടിറ്റി ഉള്ള കമ്പോണൻറ്റിന് സൊല്യൂട്ട് എന്നും പറയും. ആൻഡ് സൊല്യൂഷൻസ് മേ ഹാവ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഒരു ബൈനറി സൊല്യൂഷനെ കുറിച്ചാണ്. രണ്ട് കമ്പോണൻറ്റ്സ് മിക്സ് ചെയ്ത ഒരു ബൈനറി സൊല്യൂഷൻ. അതിൽ എക്സസ് കമ്പോണൻറ്റ് സോൾവെൻ്റാണ്, ലെസ് എമൗണ്ട് ഉള്ള കമ്പോണൻറ്റ് സൊല്യൂട്ടാണ്. And concentration of a solution means it is usually the amount of solute present in a given quantity of solution or in a given amount of solvent. ചില കോൺസെൻട്രേഷൻ ടേംസ് സൊല്യൂഷൻ്റെ ടൈമിലും ചിലത് സോൾവെൻറ്റിൻ്റെ ടൈമിലും പറയാറുണ്ട്. സോ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ ഓർ ഇൻ എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് സോൾവെൻറ്റ്. നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ടേംസ്. ഫസ്റ്റ് ടേം mass percent. Mass percent W by W എന്ന് റെപ്രസെൻ്റ് ചെയ്യും. Mass percent, it is a mass of solute present per 100 gram of solution. Mass of solute in 100 gram solution, that is called mass percent. 100 gram solution എടുത്താൽ അതിൽ എത്ര ഗ്രാം സൊല്യൂട്ട് ഉണ്ട്, അതാണ് mass percent. So mass percent is mass of solute present in 100 gram of solution. Mass percent നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു ഗിവൺ സൊല്യൂഷനിലുള്ള മാസ് പെർസെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാസ് പെർസെൻറ്റ് ഓഫ് സൊല്യൂട്ട് മാസ് പെർസെൻറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ mass of solution into 100. That is equation used to calculate mass percent. Mass percentage നമ്മൾ W by W എന്നുള്ള ടൈം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. അതായത് മാസിൻ്റെ ടൈമിലാണ് ഈ പെർസെൻറ്റേജ് വോളിയം ഒക്കെ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മാസാണ് എടുക്കുന്നത്, അപ്പോൾ W by W എന്ന് റെപ്രസെൻ്റ് ചെയ്യും മാസ് പെർസെൻറ്റിന്. So it is a mass of solute by mass of solution into 100. Then, or it is the amount of solute present per 100 gram of solution. 100 gram solution എത്ര gram solute ഉണ്ട്, അതാണ് mass percentageൻ്റെ മീനിങ്. So 10% sugar solution. What is meant by a 10% sugar solution? That means 10 gram of sugar is present in 100 gram of solution. 10 ഗ്രാം ഷുഗർ 100 ഗ്രാം സൊല്യൂഷനിൽ ഉണ്ട് എന്നുള്ളതാണ് 10% ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. 10 ഗ്രാം ഓഫ് ഷുഗർ ഈസ് പ്രസൻറ്റ് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. 25% സാൾട്ട് സൊല്യൂഷൻ, ദാറ്റ് മീൻസ് 25 ഗ്രാം ഓഫ് സാൾട്ട് ഈസ് പ്രസൻറ്റ് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. അപ്പോൾ മാസ് പെർസെൻറ്റേജിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് കിട്ടും? മാസ് ഓഫ് സൊല്യൂട്ട് പറയാം, മാസ് ഓഫ് സൊല്യൂഷൻ പറയാം. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് സോൾവെൻറ്റും കണ്ടുപിടിക്കാം. മാസ് ഓഫ് സോൾവെൻറ്റ് എന്താണ്? mass of solution minus solute. അപ്പോൾ ഏത് കമ്പോണൻറ്റിൻ്റെ ആണെങ്കിലും മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100.
ദാറ്റ് ഈസ് മാസ് പെർസെൻറ്റേജ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 2 gram of a substance in 18 gram water. A solution is prepared by dissolving 2 gram of substance in 80 gram water. What is the mass percent of solution? ആ സൊല്യൂഷന് മാസ് പെർസെൻറ്റേജ് എന്താണ്? 2 gram സൊല്യൂട്ട് 18 gram വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ഒരു സൊല്യൂഷനാക്കി. അപ്പോൾ ആ സൊല്യൂഷൻ്റെ മാസ് പെർസെൻറ്റേജ് എന്താണ്? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? വാട്ട് ഈസ് മാസ് ഓഫ് സൊല്യൂട്ട്? മാസ് പെർസെൻറ്റ് ഈസ് ഈക്വൽ ടു സൊല്യൂട്ടിൻ്റെ മാസ് എന്താണ്? 2 gram സൊല്യൂട്ടാണ് ഡിസോൾവ് ചെയ്തത്. എത്ര ഗ്രാം സൊല്യൂഷനിലാണ്, എത്ര ഗ്രാം സോൾവെൻറ്റിലാണ് 2 gram ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 18 gram ഓഫ് സോൾവെൻറ്റ് ടു പ്രൊഡ്യൂസ് എ സൊല്യൂഷൻ. അങ്ങനെയാകുമ്പോൾ വാട്ട് ഈസ് മാസ് പെർസെൻറ്റേജ്? അപ്പോൾ എന്ത് വരാം? മാസ് ഓഫ് സൊല്യൂഷൻ എന്ത് വരും? 18 gram സോൾവെൻ്റ് ആണ് എടുത്തത്. അപ്പോൾ സൊല്യൂഷൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. സോ 2 + 18 ഇൻറ്റു 100 എന്ത് വരും? 2/20 ഇൻറ്റു 100. 2/20 ഇൻറ്റു 100 എന്ത് വരും? 10% വരും. സോ ദി സൊല്യൂഷൻ ഈസ് 10%. നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ടൈം ഈസ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ തന്നെയുണ്ട് അതെന്താണെന്നുള്ളത്. മോൾ ഫ്രാക്ഷൻ, മോൾ റേഷ്യോ, അതാണ് മോൾ ഫ്രാക്ഷൻ. ഇറ്റ് ഈസ് റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണൻറ്റ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസിൻ്റെ അനുപാതമാണ് മോൾ ഫ്രാക്ഷൻ തരിക. എന്തിൻ്റെയൊക്കെയാണ്? നമുക്ക് ഏത് കമ്പോണൻറ്റിനാണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ റേഷ്യോ ബിറ്റ്വീൻ ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. സൊല്യൂഷനിൽ എത്ര കമ്പോണൻസ് ഉണ്ടായിരുന്നാലും അതിലൊരു കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് സ്മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണൻറ്റ്. ഇഫ് എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 2 components A and B, ഒരു ബൈനറി സൊല്യൂഷൻ, 2 components ഉള്ള ഒരു സൊല്യൂഷൻ, അതിനാണ് ബൈനറി സൊല്യൂഷൻ എന്ന് പറയാം. അതിലുള്ള കമ്പോണൻസ് A and B. Then A and B are the 2 components. Then if NA represents number of moles of A and NB represents number of moles of B, then what is mole fraction of A? മോൾ ഫ്രാക്ഷനെ നമ്മൾ സിംബോളിക്കലി കൈ എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. കൈ അല്ലെങ്കിൽ എക്സ് പോലെ കൈ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈസ് കൈ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? റേഷ്യോ ബിറ്റ്വീൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണൻറ്റ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? കൈ എ ഈസ് ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. Chi A is equal to NA divided by NA plus NB. Number of moles of component A divided by total number of moles. അതുപോലെ what is chi B? Chi B is equal to NB divided by NA plus NB. Mole fraction of second component B is equal to NB divided by NA plus NB. Then what is chi A plus chi B? Chi A plus chi B എന്തായിരിക്കും? ഇത് റേഷ്യോ ആണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ സം ഓഫ് മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? ദറ്റ് ഈസ് ഓൾവേസ് യൂണിറ്റി. സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഈസ് 1. കാരണം ഇത് ടോട്ടലിൽ എത്രയാണ്, എയുടെ എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് കൈ എ പറയുക, റേഷ്യോ ആണ്. അതുപോലെ ടോട്ടൽ എമൗണ്ടിൽ ബിയുടെ നമ്പർ ഓഫ് മോൾസ് ആണ് കൈ ബി പറയുക. സോ കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1. So that is mole fraction, ratio between number of moles of a component and the total number of moles. Next concentration term, molarity of solution. സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ ടൈമാണ് മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ. ക്യാപിറ്റൽ ലെറ്റർ M കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ. മൊളാരിറ്റി M. What is meant by molarity of a solution? It is the number of moles of solute present per liter of solution. ഒരു ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട്, അതാണ് മൊളാരിറ്റി.
അപ്പോൾ നമ്മളിവിടെ സൊല്യൂഷൻ്റെ വോളിയവുമായിട്ടാണ് കമ്പയർ ചെയ്യുക. 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട്? ദാറ്റ് ഈസ് കോൾഡ് മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഒരു ഗിവൺ സൊല്യൂഷനിൽ എത്ര മൊളാരിറ്റി ഉണ്ടെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? M ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്സ് divided by volume of solution in liters. Number of moles of solute divided by volume of solution in liters. കാരണം മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ആണ്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് കാണുക, അതിനെ സൊല്യൂഷൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ മൊളാർ സൊല്യൂഷൻ എന്ന് പറയും. ദിസ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ദെൻ വാട്ട് ഈസ് മീൻ ബൈ 1 മോളാർ ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 മോളാർ ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 മോളാർ എന്ന് പറയുമ്പോൾ മൊളാരിറ്റി 1 ആണ്. 1 മോൾ ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. വോളിയം ലിറ്ററിലായിരിക്കണം. സോ ഇറ്റ് ഈസ് ദി 1 molar sugar solution means 1 mole of solute is dissolved per liter of solution. ലബോറട്ടറിയിൽ റിയാക്ഷൻസ് ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷനെ പല കോൺസെൻട്രേഷനിലേക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും ആസിഡ് സൊല്യൂഷനൊക്കെ ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നേർപ്പിക്കുക. അപ്പോൾ ഒരു സൊല്യൂഷൻ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്നത് അതിലേക്ക് കൂടുതൽ സോൾവെൻ്റ് ആഡ് ചെയ്തിട്ടാണ് ഡൈല്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷനിൽ എന്താ ചേഞ്ച് വരിക? കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും അല്ലേ? ഒരു ഗിവൺ വോളിയത്തിലുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വോളിയത്തിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ട് കുറയും. സോ ദി കോൺസെൻട്രേഷൻ ഈസ് ഡിക്രീസിങ്. ഓൺ ഡൈല്യൂഷൻ കോൺസെൻട്രേഷൻ ഈസ് ഡിക്രീസിങ്. അല്ലെങ്കിൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഡൈല്യൂഷൻ ഉപയോഗിക്കാവുന്ന ഒരു റിലേഷൻഷിപ്പാണ്. വെൻ എ സൊല്യൂഷൻ ഈസ് ഡൈല്യൂട്ടഡ് ഫ്രം 1 concentration 1 molarity to another, we can use the equation for dilution. Dilution ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് V1 M1 is equal to V2 M2. ഇത് പല സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു റിലേഷനാണ് V1 M1 is equal to V2 M2, where V1 and M1 is initial volume and initial molarity. അല്ലെങ്കിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സൊല്യൂഷൻ്റെ വോളിയം V1, അതിൻ്റെ മൊളാരിറ്റി M1. ഇനി അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഹയർ വോളിയത്തിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഫൈനൽ വോളിയം ഈസ് V2 ആൻഡ് മൊളാരിറ്റി ഓഫ് ഫൈനൽ സൊല്യൂഷൻ ഈസ് M2. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. അപ്പോൾ എത്ര വോളിയം ഡൈല്യൂട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ഫൈനൽ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. സോ V1 M1 is equal to V2 M2. ദറ്റ് ഈസ് കോൾഡ് ദി ഇക്വേഷൻ ഓഫ് ഡൈല്യൂഷൻ. ഇത് നമ്മൾ സാധാരണ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ് V1 M1 is equal to V2 M2. So molarity is number of moles of solute divided by volume of solution in liters. ഇനി ഞാനിവിടെ പറഞ്ഞു സൊല്യൂഷൻ്റെ വോളിയം, ഒരു ഗിവൺ വോളിയത്തിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ടെന്നാണ് നമ്മളിവിടെ പറയാം. ആൻഡ് വോളിയം ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ഒരു സൊല്യൂഷൻ്റെ വോളിയം ടെമ്പറേച്ചറിനനുസരിച്ച് മാറും. സോ മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. മൊളാരിറ്റി എന്ന കോൺസെൻട്രേഷൻ ടേം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം വോളിയം ഓഫ് സൊല്യൂഷൻ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. സോ മൊളാരിറ്റി ഓൾസോ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ ടേമാണ് മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ. ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഇതെന്തിനാണ് ഈ ഇക്വേഷൻ? ദിസ് ഈസ് ഇക്വേഷൻ ഓഫ് ഡൈല്യൂഷൻ. എന്തിനാണ് ഉപയോഗിക്കുക? ഒരു സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്ത് മറ്റൊരു കോൺസെൻട്രേഷനിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന റിലേഷനാണ്. അങ്ങനെ മാറ്റുമ്പോൾ അതിൻ്റെ വോളിയവും മൊളാരിറ്റിയും എങ്ങനെ റിലേറ്റ് ചെയ്യും? V1 M1 is equal to V2 M2. ഒരു 2 ക്വസ്റ്റ്യൻസ് നോക്കാം. മൊളാരിറ്റി ഉപയോഗിച്ചുള്ള 2 ക്വസ്റ്റ്യൻസ്. കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് NaOH സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 4 gram of NaOH in enough water to make 250 ml സൊല്യൂഷൻ. എന്താണ്? 4 gram NaOH ആവശ്യത്തിന് വെള്ളത്തിൽ ലയിപ്പിച്ച് 250 ml സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ആ സൊല്യൂഷനെ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്?
4 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ എന്തൊക്കെയാണ് സൊല്യൂട്ടും സോൾവെൻറ്റും എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുന്നു. അപ്പോൾ സൊല്യൂട്ടിൻ്റെ മാസ് NaOH ആണ് സൊല്യൂട്ട്. മാസ് ഓഫ് സൊല്യൂട്ട് ഈസ് 4 ഗ്രാം. ഇനി അടുത്തത് എന്താണ്? വേറെന്താ തന്നിരിക്കുന്നത്? വോളിയം ഓഫ് സൊല്യൂഷൻ 250 മില്ലി ലിറ്ററാണ്. 4 ഗ്രാം NaOH വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ഉണ്ടാക്കിയ സൊല്യൂഷൻ്റെ വോളിയം 250 മില്ലി ലിറ്റർ. അതിനെ ലിറ്ററിലേക്കാക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0.250 ലിറ്റേഴ്സ് വരും. ഇനി നമുക്ക് മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടി. മൊളാരിറ്റി എന്താ? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ഇൻ ലിറ്റേഴ്സ്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണും? 4 ഗ്രാം NaOH ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. 40 വരും. സോഡിയം 23 + 16 + 1 NaOH ഇതിൻ്റെ മോളിക്കുലാർ മാസ് 40 വരും. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലാർ മാസ് 4/40 = 0.1 മോൾസ്. 0.1 മോൾ NaOH ആണുള്ളത്. Then molarity is equal to number of moles of solute divided by volume of solution in liters. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വോളിയം മില്ലി ലിറ്ററിലാണ്. 250 മില്ലി ലിറ്റർ ആണ്. അതിനെ ആദ്യം ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. എത്രയാണ്? 0.250. സോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് 0.1 ഡിവൈഡ് ബൈ 0.250. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 മോളാർ. ഇതിൻ്റെ യൂണിറ്റ് എന്താ? മൊളാരിറ്റിയുടെ യൂണിറ്റ് ഒന്നെങ്കിൽ നമുക്ക് M ക്യാപിറ്റൽ ലെറ്റർ M ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അത് സിമ്പിൾ M ആണ്. 0.4 M എന്ന് എഴുതാം. അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ അല്ലെങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ്. അതാണ് മൊളാരിറ്റിയുടെ യൂണിറ്റ്. 0.4 മോളാർ അല്ലെങ്കിൽ 0.4 മോൾ പെർ ലിറ്റർ. ദാറ്റ് ഈസ് ദി മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ. ഓക്കെ, വളരെ സിമ്പിളാണ്. ഗിവൺ മാസിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കാണുക. വോളിയത്തിനെ എപ്പോഴും ലിറ്ററിലാക്കിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്ററാണ്. ഓക്കെ, ഇനി അതുപോലെ ഡയലൂഷൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു. V1M1 = V2M2. അത് ഉപയോഗിച്ചുള്ളൊരു പ്രോബ്ലം നോക്കാം. 250 ml ഓഫ് 1 മോളാർ HCl സൊല്യൂഷൻ ഈസ് ഡയലൂട്ടഡ് ടു 1 ലിറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഫൈനൽ കോൺസെൻട്രേഷൻ? എന്താണ്? 250 ml ഓഫ് 1 മോളാർ HCl ഈസ് ഡയലൂട്ടഡ് ടു 1 ലിറ്റർ. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഫൈനൽ കോൺസെൻട്രേഷൻ ഓർ ഫൈനൽ മൊളാരിറ്റി. നമുക്ക് ഡയലൂഷൻ V1M1 = V2M2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇനീഷ്യൽ വോളിയം 250 മില്ലി ലിറ്റർ HCl സൊല്യൂഷനാണ് എടുത്തത്. സോ ഇനീഷ്യൽ വോളിയം ഈസ് 250 ml. അതിൻ്റെ മൊളാരിറ്റി ഇനീഷ്യൽ മൊളാരിറ്റി M1 1 മോളാർസ് HCl ആണ്. ഫൈനൽ വോളിയം 1 ലിറ്റർ ആണ്. സോ V2 = 1 ലിറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ മില്ലി ലിറ്ററിൽ തന്നിരിക്കുന്നതുകൊണ്ട് ഇതിനെയും മില്ലി ലിറ്ററിലേക്ക് മാറ്റുക. രണ്ടും ഒരേ യൂണിറ്റിലാക്കുക. അപ്പോൾ 1 ലിറ്റർ ഈസ് 1000 മില്ലി ലിറ്റർ. ദെൻ M2 ഫൈനൽ മൊളാരിറ്റി M2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ V1M1 = V2M2. അതാണ് ഡയലൂഷൻ്റെ ഇക്വേഷൻ. V1M1 = V2M2. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ V1 250 ml × 1 = 1000 × M2. M2 കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നിന്ന് 250 × 1 ഡിവൈഡഡ് ബൈ 1000 0.25 മോളാർ. ദാറ്റ് ഈസ് മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ. ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് കോൺസെൻട്രേഷൻ ടേം. നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ടേം ഈസ് മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ. മൊളാലിറ്റി അതിനെ സ്മോൾ ലെറ്റർ M ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ. നേരത്തെ പറഞ്ഞത് മൊളാരിറ്റിയാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് മൊളാലിറ്റി. മൊളാൽ സൊല്യൂഷൻ എന്ന് പറയും. ആൻഡ് വാട്ട് ഈസ് മൊളാലിറ്റി? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. 1 കിലോഗ്രാം സോൾവെൻറ്റിൽ എത്ര മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്താണ് സൊല്യൂഷൻ ആക്കുന്നത്. അതാണ് മൊളാലിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ സോൾവെൻറ്റിൻ്റെ മാസിൽ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് സോൾവെൻറ്റിൽ എത്ര മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നു അതാണ് പറയുക. സോ ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. ഇപ്പോൾ മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ കിലോഗ്രാം മാസ് സോൾവെൻറ്റിൻ്റെ മാസുമായി കമ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് മാസ് ടെമ്പറേച്ചറിനനുസരിച്ച് മാറുന്നില്ല. സോ മൊളാലിറ്റി ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ്. ഒരു സൊല്യൂഷൻ മൊളാലിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ M = number of moles of solute divided by mass of solvent in kilogram.
ഇതാണ് മൊളാലിറ്റിയുടെ എക്സ്പ്രഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ 1 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 mole ഓഫ് സൊല്യൂട്ട് ഈസ് പ്രസൻറ്റ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. 1 കിലോഗ്രാം സോൾവെൻറ്റിൽ 1 mole സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നു. അതാണ് 1 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താണ് വരിക? മൊളാലിറ്റിയുടെ യൂണിറ്റ് നമ്പർ ഓഫ് മോൾസിന് മോൾസ് എന്ന് പറയും യൂണിറ്റ്. മാസ് ഓഫ് സോൾവെൻ്റ് കിലോഗ്രാമിൽ, സോ മോൾസ് പെർ കിലോഗ്രാം അല്ലെങ്കിൽ മോൾ കിലോഗ്രാം ഇൻവേഴ്സ്, ദറ്റ് ഇസ് യൂണിറ്റ്സ്. അതിനെ സ്മോൾ ലെറ്റർ എം കൊണ്ട് മൊളാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2.5 gram ഓഫ് എത്തനോയിക് ആസിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ 75 gram ഓഫ് ബെൻസീൻ. വാട്ട് ഈസ് ദി മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ? 2.5 gram of ethanoic acid is dissolved in 75 gram of benzene. What is the molality of solution? Ethanoic acid എന്താണ്? അത് അസറ്റിക് ആസിഡിൻ്റെ IUPAC നെയിമാണ്. അതിൻ്റെ ഫോർമുല എന്താ എത്തനോയിക് ആസിഡിൻ്റെ? CH3COOH. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് സ്കൂളിൽ. അസറ്റിക് ആസിഡ് CH3COOH. അതിൻ്റെ IUPAC നെയിമാണ് എത്തനോയിക് ആസിഡ് എന്നുള്ളത്. 2.5 gram അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് ആണുള്ളത്. സോൾവെൻ്റ് ഇവിടെ ബെൻസീനാണ്, 75 gram ബെൻസീൻ. മൊളാലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻ്റ് ഇൻ കിലോഗ്രാം. സൊല്യൂട്ടിൻ്റെ മാസ് എത്രയാണ്? 2.5 gram. അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കാണാൻ മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മോളിക്കുലാർ മാസ് ഓഫ് എത്തനോയിക് ആസിഡ് ഓർ അസറ്റിക് ആസിഡ് ഈസ് 2 കാർബൺ ഉണ്ട്, സോ 12 × 2 പ്ലസ് 4 ഹൈഡ്രജൻ 4 × 1 പ്ലസ് 2 ഓക്സിജൻ 16 × 2, ടോട്ടൽ 60 gram എന്ന് പറയും മോളിക്കുലാർ മാസ്. ദെൻ നമ്പർ ഓഫ് മോൾസ് എത്ര വരും? എങ്ങനെ കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് അസറ്റിക് ആസിഡ് 2.5 ഡിവൈഡ് ബൈ 60, 0.0417 മോൾസ്. ദെൻ മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ. മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്പർ ഓഫ് മോൾസ് ബൈ മാസ് ഓഫ് സോൾവെൻ്റ് ഇൻ കിലോഗ്രാം. സോൾവെൻറ്റിൻ്റെ മാസ് എത്രയാണ്? 75 gram. അതിനെ കിലോഗ്രാമിലേക്ക് ആരക്കുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 0.075 വരും. ഇനി മൊളാലിറ്റി കാണുക. നമ്പർ ഓഫ് മോൾസ് 0.0417 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻ്റ് ഇൻ കിലോഗ്രാം 0.075 ഈക്വൽ ടു 0.556 മോൾ പെർ കിലോഗ്രാം. ഇതാണ് മൊളാലിറ്റിയുടെ കാൽക്കുലേഷൻ. ഇപ്പോൾ മൊളാലിറ്റിയും കൺഫ്യൂസ്ഡ് ആവരുത്. മൊളാലിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ദി ഡെൻസിറ്റി ഓഫ് 3 molar സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് 1.25 gram per milliliter. Calculate the molality of solution. Density of 3 molar solution of NaCl is 1.25 gram per milliliter. Calculate molality of solution. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ തന്നിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി 1.25 gram per milliliter. ഒരു മില്ലിലിറ്ററിൽ 1.25 gram, അതാണ് അതിൻ്റെ ഡെൻസിറ്റി. അതുപോലെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? 3 molar സൊല്യൂഷനാണ്. 3 molar മീൻസ് 3 moles per liter. ഒരു ലിറ്ററിൽ 3 mol സൊല്യൂട്ട് ഉണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 3 mol സൊല്യൂട്ട് ഈസ് പ്രസൻറ്റ് പെർ ലിറ്റർ. അതാണ് 3 molar എന്ന് പറഞ്ഞാൽ. അതുപോലെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയമാണ്. ഇപ്പോൾ 1.25 gram per milliliter എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മില്ലിലിറ്റർ സൊല്യൂഷൻ്റെ മാസ് 1.25 gram ആണെന്നാണ് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ 1.25 gram per milliliter ഇത്രയുമാണ് തന്നിരിക്കുന്നത്. അതുപയോഗിച്ച് നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ. വാട്ട് ഈസ് മൊളാലിറ്റി? Molality is number of moles of solute divided by mass of solvent in kilogram. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് വേണം, അതുപോലെ സോൾവെൻറ്റിൻ്റെ മാസ് വേണം. ഇത് രണ്ടും തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? നമ്പർ ഓഫ് മോൾസും സോൾവെൻറ്റിൻ്റെ മാസും തന്നിട്ടുണ്ടാവും. ഡയറക്റ്റ് തന്നിട്ടില്ല. നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. നമുക്ക് 3 molar സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 mol NaCl is present per liter of solution. സൊല്യൂഷൻ്റെ വോളിയം 1 ലിറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര മോൾസ് ഉണ്ട്? 3 molar മീൻസ് 3 mol ഓഫ് NaCl is present per liter.
സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈസ് 3. 1 ലിറ്റർ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 3 ആണ്. അതാണ് ഈ 3 മോളാർ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. 3 മോൾ ഓഫ് സൊല്യൂട്ട് ഈസ് പ്രസൻറ്റ് പെർ ലിറ്റർ. 3 മോൾ NaCl ഈസ് പ്രസൻറ്റ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതാണ് 3 മോളാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി. 1 ലിറ്ററിലുള്ള നമ്പർ ഓഫ് മോൾസ് 3 ആണ്. ഇനി നമുക്ക് മാസ് ഓഫ് സോൾവെൻറ്റ് കിട്ടണം. അതിനാദ്യം സൊല്യൂട്ട് സോഡിയം ക്ലോറൈഡ് ആണ്. അതിൻ്റെ മാസ് 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മാസ് കിട്ടണം. 3 മോൾ സൊല്യൂട്ടാണ് 1 ലിറ്ററിലുള്ളത്. അതിൻ്റെ മാസ് എന്തായിരിക്കും? 1 മോൾ സൊല്യൂട്ടിൻ്റെ മാസ് എന്താ? മോളിക്കുലാർ മാസ് അല്ലേ? 1 മോൾ സോഡിയം ക്ലോറൈഡിൻ്റെ മാസ് മോളിക്കുലാർ മാസാണ്. അപ്പോൾ 3 മോൾ സോഡിയം ക്ലോറൈഡിൻ്റെ മാസ് എത്രയായിരിക്കും? 3 ഇൻറ്റു മോളിക്കുലാർ മാസ്. സോ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ 1 ലിറ്റർ. ഇവിടെ എടുത്തിരിക്കുന്നത് 3 മോൾ 1 ലിറ്ററിലാണ്. അപ്പോൾ 1 ലിറ്ററിലുള്ള സോഡിയം ക്ലോറൈഡിൻ്റെ മാസ് എത്രയായിരിക്കും? 3 മോൾസ് ആണ്. അതിൻ്റെ മാസ് കാണാൻ 3 ഇൻറ്റു മോളിക്കുലാർ മാസ്. സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്കുലാർ മാസ് 23 + 35.5 58.5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ഇൻറ്റു 58.5 175.5 ഗ്രാം. മനസ്സിലായോ എന്താണ് നമ്മൾ ചെയ്തത്? 3 മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 3 മോൾ NaCl ഈസ് പ്രസൻറ്റ് പെർ ലിറ്റർ. അപ്പോൾ 1 ലിറ്ററിൽ എത്ര മോൾ NaCl ഉണ്ട്? 3 മോൾ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഈസ് 3. അതിൻ്റെ മാസ് ആ സൊല്യൂഷനിലുള്ള സോഡിയം ക്ലോറൈഡിൻ്റെ മാസ് എന്തായിരിക്കും? 3 മോളാണ്. അതിൻ്റെ മാസ് കാണാൻ 3 ഇൻറ്റു മോളിക്കുലാർ മാസ്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്തു. 175.5 ഗ്രാം. ഇതാണ് സൊല്യൂട്ടിൻ്റെ മാസ്. 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മാസ് 175.5 ഗ്രാം. ഇനി ആ സൊല്യൂഷൻ്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? 1 ലിറ്റർ സൊല്യൂഷനാണ് നമ്മൾ എടുത്തത്. അതിൽ ഉള്ള സൊല്യൂട്ടിൻ്റെ മാസ് കിട്ടി. ഇനി സൊല്യൂഷൻ്റെ മാസ് എന്തായിരിക്കും? അതിനാണ് നമുക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. 1 മില്ലി ലിറ്ററിൽ the density of 3 molar solution of sodium chloride is 1.25 gram per milliliter. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 1 മില്ലി ലിറ്ററിൽ 1 മില്ലി ലിറ്റർ സൊല്യൂഷൻ്റെ മാസ് 1.25 ഗ്രാം ആണ്. അതാണ് ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ സൊല്യൂഷൻ്റെ മാസ് എന്തായിരിക്കും? 1.25 ഗ്രാം പെർ മില്ലി ലിറ്റർ. 1 മില്ലി ലിറ്റർ സൊല്യൂഷൻ്റെ മാസ് 1.25 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ സൊല്യൂഷൻ്റെ മാസ് എന്തായിരിക്കും? ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മനസ്സിലായോ? 1 മില്ലി ലിറ്ററിലുള്ള സൊല്യൂഷൻ്റെ മാസ് 1.25 ആണ്. അതാണ് നമ്മൾ ഡെൻസിറ്റിയിൽ നിന്ന് കിട്ടിയത്. അങ്ങനെയാവുമ്പം 1 ലിറ്ററിലുള്ള സൊല്യൂഷൻ്റെ മാസ് എന്തായിരിക്കും? 1.25 ഇൻറ്റു 1000. മാസ് ഓഫ് 1 ലിറ്റർ സൊല്യൂഷൻ ഈസ് 1.25 ഇൻറ്റു 1000. ദറ്റ് ഈസ് 1250 ഗ്രാം. 1250 ഗ്രാമാണ് സൊല്യൂഷൻ്റെ മാസ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? 1 ലിറ്റർ സൊല്യൂഷൻ്റെ മാസ് കിട്ടി. 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് മാസും കിട്ടി. ഇനി നമുക്ക് ആ 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സോൾവെൻറ്റ് മാസ് കിട്ടണം. മാസ് ഓഫ് സോൾവെൻറ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കിട്ടും? മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ ലിറ്റർ. 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സോൾവെൻറ്റിൻ്റെ മാസ് കിട്ടാൻ എന്ത് ചെയ്യണം? മാസ് ഓഫ് സൊല്യൂഷൻ മൈനസ് മാസ് ഓഫ് സൊല്യൂട്ട്. നമുക്ക് സൊല്യൂഷൻ്റെ മാസ് 1250 ഗ്രാം ഉണ്ട്. സൊല്യൂട്ട് മാസും കണ്ടുപിടിച്ചിട്ടുണ്ട് 175.5. അത് മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 1074.5 ഗ്രാം. ദാറ്റ് ഈസ് മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനിലുള്ള സോൾവെൻറ്റിൻ്റെ മാസ് കിട്ടി. ഇനി നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാം. മൊളാലിറ്റി എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. നമ്പർ ഓഫ് മോൾസ് എത്രയായിരുന്നു? 3 മോൾ NaCl ഈസ് പ്രസൻറ്റ് പെർ ലിറ്റർ. 1 ലിറ്ററിലുള്ള നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 3. നമ്മൾ 1 ലിറ്ററിൻ്റെതാണ് ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ത് വരും? 3 മോൾസ്. 3. മാസ് ഓഫ് സോൾവെൻറ്റ് എത്രയാണ്? 1074.5. അത് ഗ്രാമിലാണ്. കിലോഗ്രാമിലേക്ക് ആക്കുക. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1.0745. സോ 3 ഡിവൈഡ് ബൈ 1.0745 ഈക്വൽ ടു 2.79 മൊളാൽ സൊല്യൂഷൻ. ഇപ്പോൾ മൊളാലിറ്റി ഈക്വൽ ടു 2.79 മൊളാൽ. അല്ലെങ്കിൽ എന്ത് എഴുതാം? യൂണിറ്റ് മൊളാലിനോ അല്ലെങ്കിൽ യൂണിറ്റ് എന്ത് എഴുതാം? മോൾ പെർ കിലോഗ്രാം. അതാണ് വാല്യൂ കിട്ടുക. 2.79 മോൾ പെർ കിലോഗ്രാം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചത് 4 കോൺസെൻട്രേഷൻ ടേംസാണ്. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള 4 ടേംസ് ഏതൊക്കെയാണ്?
mass percent, that is mass of solute by mass of solution into hundreds. Then mole fraction, ratio between number of moles of a component and total number of moles. Molarity of solution, that is number of moles of solute present per liter of solution. And another concentration term is molality of solution. It is the number of moles of solute present per kilogram of solvent. ഈ 4 കോൺസെൻട്രേഷൻ ടേംസിലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയ കോൺസെൻട്രേഷൻ ടേം ഏതാണ്? മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഈ കോൺസെൻട്രേഷൻ ടേംസ് എല്ലാം നിങ്ങൾക്ക് അടുത്ത വർഷം സൊല്യൂഷൻ എന്നുള്ളൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ ചോദിക്കാം, നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു.